നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണ് ഹോസ്പിറ്റൽ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. എവിടെ പോയിച്ചാ പോകില്ല ഒരിടത്ത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജാസി ഫാമിലി. സോ ഇത് കുറച്ച് റാൻഡം ക്ലിപ്സ് ആയിരിക്കും തോന്നുന്നു. വീഡിയോ എടുക്കണമെന്നും വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല, പിന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ വീഡിയോ എടുക്കാൻ തോന്നിയതാണ്. സോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറാനി റെസ്റ്റോറൻറ്റിലായിരുന്നു. സോ ഫസ്റ്റ് ഞങ്ങൾ പോയത് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു. അവിടെ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ കയറി. ഇതൊന്നും പ്ലാനിലില്ല. അവിടെ നിന്ന് നല്ല ലേറ്റായി. ഡോക്ടറിനെ കാണിച്ചിട്ട് മെഡിസിൻ കിട്ടാൻ തന്നെ എനിക്ക് 1 hour കഴിഞ്ഞു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ടുള്ള പ്ലാനായിരുന്നു ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. ഇതെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയും ഞാൻ അൽഫാം പറഞ്ഞിട്ടില്ലെങ്കിൽ ഷവായിയാണ് കേട്ടോ കിട്ടുന്നത്. സോ ഞാൻ ഇങ്ങനെ ഷവായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു. പക്ഷേ എനിക്ക് നല്ല ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞാൻ ബിരിയാണിയും വല്ല പപ്പടമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത കാര്യം പ്ലാനിലോട്ട് വരുന്നത്. ഞങ്ങൾ നേരെ രാഖീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഖി അപ്പം അവൾ കഴക്കൂട്ടത്താണല്ലോ ഉള്ളത്. അവൾ ഓക്കെ, നമുക്ക് നിർത്തിയെടുത്ത് തുടങ്ങാം. സോ വി ആർ ഗോയിങ് ടു മീറ്റ് രാഖി. അപ്പോൾ ആള് ലുലു മോളിൽ വരും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. അല്ലെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റോട് ഞങ്ങൾ പോകും. അപ്പോൾ എന്തായാലും ഒന്ന് നടക്കും. ഞങ്ങൾ പോവുകയാണ്. ഇച്ചിരി നേരം ഒന്ന് ഇതിൽ കിടന്നു കേട്ടോ ട്രാഫിക്കിൽ. അപ്പോഴാണെങ്കിൽ കുട്ടി മഴയും കിടന്ന് ഞങ്ങൾ നല്ല വിചാരിച്ച് പെട്ടു പോകുന്നു. കാരണം നമുക്ക് ഒതുങ്ങാനൊന്നും പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ നേരത്തെ ഞാൻ ലുലു മോളിൽ എത്താറായി. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് പോയി രാഖീനെ അവൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വരും കേട്ടോ. സോ ഇങ്ങനെയായിരുന്നു. അപ്പോൾ പിക്ക് ചെയ്തിട്ടൊക്കെ വന്നു. അവളുടെ ഒരു ഫ്രണ്ടിന് സംസാരിച്ചതാ നിൽക്കുകയാണ്. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മാസ്കൊക്കെ മാറ്റി പുതിയ ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഇതെനിക്ക് പൊക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയത്. ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്നു ഏജ് ഒരു 6 to 10 എന്ന് പറയുന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ളതായിരുന്നു എനിക്ക് കറക്റ്റായിട്ടുള്ള ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ. അതും ചിലത് എനിക്ക് എൻ്റെ ചില ഡ്രസ്സിന് ഒട്ടും കറക്റ്റ് ചെയ്തില്ല. അതും എനിക്ക് ഓവർ സൈസ് പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സൈസ് എനിക്ക് ഒട്ടുമേ ശരിയായില്ല എങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങൾ ട്രയൽ നടത്തിയ ഡ്രസ്സും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിൽ എന്തോ എനിക്ക് കളക്ഷൻ ഇടിച്ചതിനും പോയിട്ട് ടീഷർട്ടും കാര്യമൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ടീഷർട്ട് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മേടിച്ചു. അവിടുത്തെ സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. അത് മേടിച്ചു. പിന്നെ ടേക്ക് അവേ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കും. ഇവിടുത്തെ ചോക്ലേറ്റും വാനിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുണ്ട് രാഖി പറഞ്ഞത്. അപ്പം അവിടെ നിന്ന് ഞങ്ങളത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ഫില്ല് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. സോ ഞങ്ങൾ പിന്നെ നേരെ അവർക്ക് ടൈമായി. ബസ് വരണോ നോക്കാം. ഓക്കെ, വരുന്നില്ല.
നമുക്ക് ഇതിൽ കയറിയിട്ട് എങ്ങനെ പോവും? എല്ലാം വൈബെല്ലാം പോയി. എടുക്കാൻ പറ്റില്ല. എന്തോ രാഖിനെ ബസ്സൊക്കെ കയറ്റിയിട്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും കൂടി ലുള്ളി ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് അവിടെ ഐസ്ക്രീമൊക്കെ കൊടുത്തു തുടങ്ങി. ഞങ്ങൾ നേരെ ചോക്ലേറ്റ് പറഞ്ഞു, പക്ഷേ ഇല്ലായിരുന്നു. നമുക്ക് തന്നെ ബട്ടർ സ്കോച്ച് കിട്ടി. ഭയങ്കര ടേസ്റ്റായിരുന്നു. സത്യം മസ്റ്റ് ട്രൈ ആണ്. സോ ലുലുവിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് ടേക്ക് അവേ എന്നുള്ള ചോക്ലേറ്റ് മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ ബട്ടർ സ്കോച്ച് ഇത്രയും ടേസ്റ്റിന് ചോക്ലേറ്റിൻ്റെ മേലിലേക്ക് ഒരു രക്ഷയും കാണില്ല. പിന്നെ ഞങ്ങളോട് നേരെ തിരിച്ച് ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളിടയ്ക്ക് ഒന്ന് ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. മഴ കുറഞ്ഞിട്ട് ഞങ്ങൾ പോയി ഞങ്ങളത് മ്യൂസിയം വഴി പോകണം. ഇവിടെ എന്തോ ഫെസ്റ്റോ കാര്യവും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി മഴയായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാത്തത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു അനദർ വീഡിയോ. ബൈ.